കേരള തമിഴ്നാട് ബോർഡറിലുള്ള തെങ്കാശി സിറ്റിയുടെ വ്യൂസാണ് കാണുന്നത്. ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടി വന്നത്. മത്തിയാ ഒരു ഫിഷ് കറി മീൽസ് കിട്ടുന്ന സ്പോട്ട് തപ്പിയാണ് പോയത്. അപ്പോൾ ഓട്ടോക്കാരോട് ചോദിച്ചപ്പോൾ അവർ കൊണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്ത സ്ഥലമാണിത്. ഇവിടെ നല്ല മീൽസ് ഫിഷ് കറി മീൽസ് കിട്ടുമെന്ന് പറഞ്ഞാണ് ഡ്രോപ്പ് ചെയ്തത്. ആദ്യമേ ചോറ് വിളമ്പി നോർമലായിട്ട് ഇലയൊക്കെ ഇട്ടതിന് ശേഷം അതിന് സൈഡായിട്ട് ബീട്രൂട്ട് തോരനായിരുന്നേ. തമിഴ്നാട്ടിൽ നോർമലായിട്ട് കിട്ടുന്ന തരത്തിലുള്ള മീൻകറിയായിരുന്നു, നല്ല പുളിയുള്ള മീൻകറി. വേറെ ഏതാ മീൻ പ്രോൺസ്. തെങ്കാശിയിലുള്ള സ്ട്രീറ്റിലൂടെ നടന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതുപോലെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ ചോദിച്ചു പ്രോൺസ് ഉണ്ടോയെന്ന്. അപ്പോൾ ഇവിടെ പ്രോൺസ് ഒന്നും അവിടെ കിട്ടാറില്ലെന്നാണ് അവർ പറഞ്ഞത്. കാരണം പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് മീനൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അതിനകത്ത് കണ്ട ഒരു സൈസ് മീനാണിത്, ചാളയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ മീൻ ചൂടില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഫ്രൈ ചെയ്ത് തരാൻ പറഞ്ഞു. മത്തിയാണ് പിന്നെ നമുക്ക് കിട്ടിയത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മത്തിയായിരുന്നു, ഫ്രഷ് ആയിട്ടുള്ള. മറ്റേ മീനും അതേ രീതിയിലുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. സ്ഥിരമായിട്ട് തട്ടുകടകളിൽ കാണാറുള്ളതാണ് മുട്ട റോസ്റ്റ്. അപ്പം അവിടുത്തെ മുട്ട റോസ്റ്റും കൂടെ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു മുട്ട റോസ്റ്റും മേടിച്ചു. നല്ല കുറുകിയ ഒരു സൈസ് ഉള്ളി കറിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. തെങ്കാശിക്ക് വണ്ടി കയറിയത് ആക്ച്വലി നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരുന്ന 2 സ്പോട്ടുകളിൽ പോകാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അവിടെ 2 സ്ഥലത്തും അന്ന് ചെന്നപ്പം ക്ലോസ്ഡ് ആയിരുന്നേ. അത് കാരണം എനിക്കന്ന് അവിടെ പോകാൻ പറ്റിയില്ല. നമ്മൾ ആക്ച്വലി ഒരു പ്ലാനോട് കൂടിയാണ് പോയത്. പക്ഷേ യാത്രകൾ എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ആ പ്ലാൻ ചെയ്ത രീതിയിൽ നടക്കാറില്ല. പ്രതീക്ഷയോടെയായിരുന്നു നമ്മൾ അടുത്ത മീൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. പക്ഷേ നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീനിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒട്ടുമില്ലായിരുന്നു. പഴയ മീൻ പോലെയായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. അത് കാരണം ഞാൻ ആ മീൻ അധികം കൂട്ടിയില്ല. പക്ഷേ ഈ മത്തി നല്ലൊരു ടേസ്റ്റായിരുന്നു. ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ പലപ്പോഴും നോട്ട് ചെയ്യാറുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതിയിലല്ലേ പോലും പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പം ഞാൻ പോയ കട ഇതായിരുന്നേ.